സർക്കാർ ജീവനക്കാരുടെ സ്വകാര്യ ഡേറ്റ ചോർത്തിയതും ശബരിമല സ്വർണ്ണക്കൊള്ളയും മറച്ചുവെക്കുവാനാണ് CPM നേതൃത്വത്തിൽ ആരോഗ്യമന്ത്രിയെ ഉപയോഗിച്ച് കപട ആക്രമണ ആരോപണം ഉന്നയിക്കുന്നത് എന്ന് KPCC സെക്രട്ടറി MN ഗോപി. സ്വാഭാവികമായ പ്രതിഷേധങ്ങളാണ് കേരളത്തിൽ കോൺഗ്രസും ബഹുജന സംഘടനകളും നടത്തുന്നത് എന്നും അതിനെ പിണറായി സർക്കാർ എത്ര ഇല്ലായ്മ ചെയ്യുവാൻ ശ്രമിച്ചാലും നടക്കില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ശബരിമല സ്വർണ്ണക്കൊള്ളയും ഡേറ്റ ചോർത്തലും ഉൾപ്പെടെ ഗവൺമെന്റ് വലിയ പ്രതിരോധത്തിൽ വന്ന സമയത്ത് വീണ ജോർജിനെ പോലെ ഒരു മന്ത്രിയുടെ നേർക്ക് ആക്രമണം ഉണ്ടായി എന്ന് വരുത്തി തീർത്ത് കേരളത്തിൽ ആകമാനം കലാപമുണ്ടാക്കാനുള്ള ശ്രമമാണ്. ഈ പ്രധാന വിഷയങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനുള്ള ശ്രമമാണ് ഗവൺമെന്റും മുഖ്യമന്ത്രി പിണറായി വിജയനും നടത്തിക്കൊണ്ടിരിക്കുന്നത്. വീണ ജോർജ് അവിടെ ആക്രമിക്കപ്പെട്ടില്ലെന്നും വീണ ജോർജിനെതിരെ കേവലം 4 KSU പ്രവർത്തകർ കയ്യിലുള്ള കരിങ്കൊടി ഉയർത്തിപ്പിടിച്ചു കാണിച്ചപ്പോൾ അവരെ ആക്രമിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചു എന്നുള്ള നിലയിൽ കൊലപാതക ശ്രമത്തിന് കേസെടുത്തിരിക്കുകയാണ്. എന്നിട്ട് അതിന്റെ പേരിൽ കേരളത്തിൽ വ്യാപകമായി അക്രമം ഒഴിച്ചിടുന്നു. കോൺഗ്രസ് പാർട്ടി ഓഫീസുകൾ തകർക്കുന്നു, കോൺഗ്രസിന്റെ പ്രചരണ ബോർഡുകൾ, UDFന്റെ പ്രചരണ ബോർഡുകൾ തകർക്കുന്നു, കൊടിമരങ്ങൾ തകർക്കുന്നു. ഇത് പെട്ടെന്ന് കിട്ടിയ ഒരു ആയുധം പോലെ, ഒരു അവസരം പോലെ CPMന്റെ ആളുകൾ ഉപയോഗപ്പെടുത്തുകയാണ്. സത്യത്തിൽ ദൃശ്യമാധ്യമങ്ങളും പത്രമാധ്യമങ്ങളും CCTV ദൃശ്യങ്ങളും ഒക്കെ കാണിക്കുന്നത് ഒരു മുദ്രാവാക്യം വിളിയും ഒരു കരിങ്കൊടി ഉയർത്തിയുള്ള ഒരു പ്രതിഷേധവും, അതിനപ്പുറത്ത് ഒന്നും കണ്ണൂർ നടന്നിട്ടില്ല. ഒരു മന്ത്രി എന്ന നിലയിൽ ഇത്രയും നിലവാരം കുറഞ്ഞ അവസ്ഥയിലേക്ക് വീണ ജോർജ് മാറാൻ പാടില്ലായിരുന്നു.